ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് VS. വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം VSന്റെ ആരോഗ്യനില പരിശോധിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് VS അച്യുതാനന്ദനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. VSന്റെ ചികിത്സ സംബന്ധിച്ച് ഡോക്ടർമാരുമായി മന്ത്രി ആശയവിനിമയം നടത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, ഗുഡ് മോർണിംഗ്. VSന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന് പറയുമ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യമന്ത്രി VSനെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത്? ബിനിൽ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. VSന്റെ ആരോഗ്യസ്ഥിതി ആശുപത്രിയിൽ ഈ ലോ കോളേജ് ജംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ശ്വാസതടസ്സത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഹൃദയാഘാതമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്. 24 മണിക്കൂറും നിരീക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെയുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി അവിടെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുമെന്നാണ് നിലവിൽ ഏറ്റവും പുതുതായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഈ ആരോഗ്യസ്ഥിതി വിലയിരുത്താനായിട്ട് യോഗം ചേരും ഡോക്ടർമാരുടെ സംഘം. അതിനുശേഷം വീണ്ടും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഇറക്കിയിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൽ തന്നെ നിലവിലെ സ്ഥിതി തുടരുകയാണ്. ആരോഗ്യനിലയിൽ നേരത്തെ നേരിയ പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ആ സ്ഥിതി തന്നെ തുടരുകയാണെന്നാണ് ഉച്ചയോടെ ഇറങ്ങിയിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നത്. നിരവധി ആളുകൾ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി ആളുകൾ VSനെ കാണാൻ, പ്രിയ നേതാവിനെ കാണാൻ ഇന്നലെ മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആശുപത്രിയിൽ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ VSനെ കാണാൻ എത്തിയിട്ടുണ്ട്. VSന്റെ നിലവിലെ സ്ഥിതി ഡോക്ടർമാരോട് ചോദിച്ചറിയുകയും നിലവിലെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിച്ച് പുറത്തിറങ്ങി. പക്ഷെ നിലവിലും ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ അദ്ദേഹം തുടരുകയാണ്. ഡോക്ടർമാരുടെ സംയുക്ത സംഘം അദ്ദേഹത്തെ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഇതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം, അതായത് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മറ്റ് സ്ഥിതിഗതികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. പിന്നെ ഓക്കെ, ശരി. അഞ്ജു ജയപ്രകാശാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. വിദഗ്ധ സംഘം വിശദമായി തന്നെ VSന്റെ ആരോഗ്യനില സംബന്ധിച്ച പരിശോധനകൾ നടത്തുന്നുണ്ട്. ആരോഗ്യമന്ത്രി അതിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നിരന്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് എത്തി, ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും എത്തി VSനെ കണ്ടു. നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. VSനെ ആശുപത്രിയിലാക്കിയ ഘട്ടത്തിൽ തന്നെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി അവിടെ എത്തിച്ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ VS ആരോഗ്യകരമായി തന്നെ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം.